എല്ലാവർക്കും സ്ട്രെസ് ഹോർമോൺസ് ഉണ്ട്, എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്, എനിക്ക് സ്ട്രെസ് ഉണ്ട്. പക്ഷെ ആ സ്ട്രെസ്സിനെ നമ്മൾ മാനേജ് ചെയ്യുന്നതാണ് കാര്യം. ഇപ്പം നിങ്ങളൊരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ എങ്ങനെയാണ് ഇരിക്കുന്നത്? ബോഡി ക്ലോസ്ഡ് ആയിട്ടാണ് അല്ലേ? ഡിപ്രസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ എങ്ങനെയാണ്, അതായത് മദറിൻ്റെ വൂമ്പിൽ എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെ ഇരിക്കാനുള്ള ടെൻഡൻസിയാണ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള പേഴ്സണുള്ളത്. കണ്ടോ, ചെറിയ രീതിയിൽ ഇങ്ങനെ അടഞ്ഞ് ഇരിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് റിലീസാകുന്നില്ല. എല്ലാവർക്കും സ്ട്രെസ് ഹോർമോൺസ് ഉണ്ട്, എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്, എനിക്ക് സ്ട്രെസ് ഉണ്ട്. പക്ഷെ ആ സ്ട്രെസ്സിനെ നമ്മൾ മാനേജ് ചെയ്യുന്നതാണ് കാര്യം. അപ്പോൾ ബോഡിയിൽ എല്ലാവർക്കും കോർട്ടിസോൾ, അഡ്രിനാലിൻ അങ്ങനെയുള്ള സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? നമ്മുടെ ബോഡിയിൽ നമ്മൾ ഇതിനെ വർക്ക് ചെയ്യാത്തതുകൊണ്ട്. ഉസൈൻ ബോൾട്ടിനെ ശ്രദ്ധിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുള്ളിയുടെ ബോഡി ഓപ്പണാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ, പുള്ളിയുടെ ബോഡി ഓപ്പണാണ്. അപ്പോൾ ആ ബോഡി ഓപ്പൺനെസ് ഇത് പുള്ളി ഓടി ഉസൈൻ ബോൾട്ട് ഓടുന്ന പോലെ ഒരു ഓട്ടമാണ്. ഓടി അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ പുള്ളിക്കാരൻ അവിടെ എത്തിക്കഴിയുമ്പോൾ മറന്നുപോയല്ലോ, ഇങ്ങനെ വെക്കാം, അങ്ങനെ തീരുമാനിക്കുന്നതാണോ? പിന്നെ എന്തുകൊണ്ടാണ്? നാച്ചുറലി പുള്ളി ചെയ്യുന്നതാണ്. നാച്ചുറലായിട്ടുള്ള പുള്ളിയുടെ പവർ മൂവാണ് ഇത്. രണ്ടാമതൊരു പവർ മൂവ് പുള്ളിയുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ, ഇത് പുള്ളി ഓരോ പ്രാവശ്യം, ഇത് പുള്ളി ഇൻറ്റൻഷനലി ചെയ്യുന്നതാണ്. ഓരോ പ്രാവശ്യം ജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ പ്രാവശ്യം ജയിച്ചു കഴിയുമ്പോഴും പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ചെയ്തിട്ടാണ് പുള്ളിക്കാരനെ കൺക്ലൂഡ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് പുള്ളിക്ക് ഇത് കൃത്യമായിട്ട് അറിയണമെന്നില്ല എക്സാക്ട്ലി ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പക്ഷേ റിയാലിറ്റിയിൽ മനുഷ്യനെ സംബന്ധിച്ചോളം വിന്നിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ ബോഡി എക്സ്പാൻഡ് ചെയ്യും, ഫെയിലിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ കോൺട്രാക്ട് ചെയ്യും. വാട്ട് ഇഫ് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ബോഡി ഓപ്പൺ ചെയ്ത് തന്നെ എല്ലാ മൊമെൻറ്റിലും ഇരിക്കാൻ പറ്റുവാണെങ്കിൽ എന്ത് സംഭവിക്കും? വിജയം ഉണ്ടാവും. എന്താണ് അതിൻ്റെ കൂടെ നമ്മൾ വിജയത്തിൻ്റെ ഫ്രെയിമിൽ നിന്ന് തന്നെയാണ് എല്ലാത്തിനും നോക്കുന്നതും കൂടെ ഉണ്ടെങ്കിലോ നമുക്ക് ബോഡിയിലും മൈൻഡിലും സർട്ടനിറ്റി ഉണ്ടാവും. സെറീന വില്യംസ് ജയിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വാ വിളിക്കണം, ഇത്ര മതിയോ, വാ വിളിച്ചാൽ മതിയോ, കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, പിന്നെ അടുത്ത സൈഡിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ല, ഇത് നാച്ചുറലാണ്, ഗട്ടറിലാണ്, വയറിൽ പുള്ളിക്കാരുടെ ബോഡിയിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? നിൽക്കുന്നുണ്ടോ? ഇതാണ് ബോഡി. മൈക്കിൾ ഫെൽപ്സ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വിമ്മറാണ്. എത്രയോ 10 കൂടുതൽ ഈ പറഞ്ഞ ഒളിമ്പിക് മെഡലുള്ള ആളാണ്. ആൾ കണ്ടോ, ഇതാണ് പുള്ളിയുടെ മൂവ്മെൻറ്റ്. ക്ലിയർ ആണോ? നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഗോളിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു മൂവ്മെൻറ്റ്, ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നും, വേറെ ആൾക്കൊന്ന് ഇങ്ങനെ ചെയ്യാൻ തോന്നും, വേറെ ആൾക്കൊരു ഇങ്ങനെ ചെയ്യാൻ തോന്നും, കൈ കൊണ്ടൊരു മൂവ്മെൻറ്റ്, വേറെ ആൾക്ക് കാല് ചവിട്ടാൻ തോന്നും. അപ്പം നിങ്ങൾക്ക് ജയിച്ച് കഴിയുമ്പോൾ എന്ത് ഫീലിംഗ് ഉണ്ട്, എന്ത് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നു, ആ നാച്ചുറൽ മൂവ്മെൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇതൊരു ഹാബിറ്റായി മാറണം. എന്താണ് ഹാബിറ്റായി മാറേണ്ടത്? സർട്ടനിറ്റി ഒരു ഹാബിറ്റായി മാറണം. എഴുതി വെക്കുക, സർട്ടനിറ്റി ഹാസ് ടു ബിക്കം എ ഹാബിറ്റ്. എന്ത് ഹാബിറ്റായി മാറണം? സർട്ടനിറ്റി ഹാബിറ്റായി മാറണം. സർട്ടനിറ്റി നിങ്ങൾക്ക് ഒരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് നിങ്ങൾ സർട്ടനിറ്റി ഉള്ള ആളായി മാറുവാണ്. 90 ദിവസം കൊണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ മാറുവാണ്. നിങ്ങൾ ഉറപ്പുള്ള ഒരു ആളായി മാറുവാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചുള്ള എക്സസൈസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർഷങ്ങളായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാവുള്ളേ. അപ്പോൾ ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്ന ഒരു സ്ട്രെയിൻ ആണോ നിമിക്ക്? നാച്ചുറലാണ് അല്ലേ? എക്സസൈസ് ചെയ്തില്ല എന്താ പറ്റുന്നത്? ഇന്ന് എക്സസൈസ് ചെയ്തില്ല, ഒരു സുഖമില്ല. ക്ലിയർ ആണോ? കാരണം കോർട്ടിസോൾ റിലീസ് ആയിട്ടില്ല, ബോഡിയിൽ എൻഡോർഫിൻസ് ഉണ്ടായിട്ടില്ല, ബോഡിയിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡോപ്പമിൻ ഉണ്ടായിട്ടില്ല, ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ബോഡി ഭയങ്കര ടയർഡാണ്. എക്സസൈസ് ചെയ്തില്ലാണ് നമുക്ക് എന്തുള്ള ടയർഡാകുന്നത്. ക്ലിയർ ആണോ? മറ്റേ തന്നെ പറഞ്ഞ് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര പാടാ, എക്സസൈസ് ഒക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ തിരിച്ചു മാറുവാണ്.